ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് ഈ ഈ തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ ശവക്കുഴി തോണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ഒരു എന്താ പറയാ തോന്നിവാസമാണ്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നെറികെട്ട പരിപാടിയായിരുന്നു ഈ ശബരിമലയിൽ നിന്ന് കട്ടത്. നാട് നീളെ കക്കുകയാണ്, നാട് നീളെ കട്ടുമുടിക്കുകയാണ്. അവസാനം ഭഗവാന്റെ സ്വർണം പോലും കട്ടു. അപ്പോഴാണ് സുപ്രീം കോടതി ചോദിച്ചത്, പരമാധികാര കോടതി ചോദിച്ചു, ഇവിടുത്തെ ഏറ്റവും എന്താ പറയാ പരമമായ കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ ഭഗവാനെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ, അല്ലെ, ഭഗവാനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് ഒരു സംസ്ഥാനത്തെ ഒരു പാർട്ടിയോടും ഒരു പാർട്ടിയിലെ നേതാക്കളോടും സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴാണ് CPM-ന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ ഭഗവാനെ പോലും വെറുതെ വിട്ടില്ലല്ലോ, അത്തമന്മാരെ, ഈ യാചകന്മാര് പോലും, അല്ലെ, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവർ പോലും ഭഗവാന്റെ ഒരു നേർച്ചപ്പണം എടുക്കില്ല. ഇത് കയ്യിട്ട് വാരുകയാണ് പകൽ വെളിച്ചത്തിൽ. അവസാനം ഇത് ഞങ്ങൾ മാത്രമല്ല ചെയ്തത്, UDF-കാരും ചെയ്തിട്ടുണ്ട്, BJP-കാരും ചെയ്തിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തന്ത്രിനകത്താക്കി ഈ SIT-യോട് അന്വേഷിക്കാൻ പറഞ്ഞത് ശബരിമലയിലെ ഈ വാതിൽ കട്ടളയും പിന്നെ എന്താ പറയാ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതും മറ്റേ എന്താ പറയാ ദ്വാരപാലക വിഗ്രഹങ്ങള് പൊതിഞ്ഞത് മാറ്റിയിട്ട് പിന്നെ പൂശാൻ കൊണ്ടുപോയെന്ന പരിപാടികളൊക്കെയാണ് SIT-യോട് അന്വേഷിക്കാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ അകത്തായത് മുഴുവൻ മൂത്ത സഖാക്കള് മരമൂത്ത സഖാക്കളാണ് അകത്തായത് മുഴുവൻ. പിന്നെയും സഖാക്കളെ പിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കാരണഭൂതം പിടിച്ചു. ഇനി ആരെയും അറസ്റ്റ് ചെയ്യേണ്ട, കടകംപള്ളിയെ ചെയ്യേണ്ട, പ്രശാന്തിനെ ചെയ്യേണ്ട, വാസവനെ ചെയ്യേണ്ട, ഇവരൊക്കെ അകത്തായിട്ട് ആൾക്കാരായിരുന്നു. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയുന്നതല്ലേ. ഹൈക്കോടതി പറഞ്ഞില്ലേ 2019 എങ്ങനെയാണോ കൊള്ള നടത്തിയത് അതേ രീതിയിലുള്ള കൊള്ളയാണ് 2025 നടത്തിയത്. 2025 കൊള്ളയാണ്, വാസവനും പ്രശാന്തും എല്ലാം കൂടി ചെയ്ത കൊള്ളയാണ് ഹൈക്കോടതി പിടിച്ചത്. പൂശാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് പറഞ്ഞത് കൊണ്ടുവരാൻ. എന്നിട്ട് ഇവരാണ് മാന്യന്മാരായി നടക്കുന്നത്. വാസവൻ വീണ്ടും മത്സരിക്കുകയാണ്, ഷാപ്പ് കറിക്കാരൻ വീണ്ടും മത്സരിക്കുകയാണ്, കടകംപള്ളി വീണ്ടും മത്സരിക്കുകയാണ്. കടകംപള്ളിയെ കുറിച്ച് സ്വപ്നം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പൊതുമണ്ഡലത്തിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവരാകെ നാണം കെട്ടി ഇങ്ങനൊരു അവസ്ഥ നോക്കുക. സുധാകരൻ മുതൽ ഇവര് പറയുന്നത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. സുധാകരേട്ടൻ കുറെ പൊട്ടിത്തെറിച്ചു, ശരി തന്നെ. സുധാകരേട്ടന്റെ പൊട്ടിത്തെറിക്ക് എന്ത് പൊട്ടിത്തെറിയപ്പാ? സുധാകരേട്ടൻ പോയി കണ്ട് BJP ചേരുകയോ അല്ലെങ്കിൽ CPM ചേരുകയോ ചെയ്തിട്ടില്ലല്ലോ. ഇവരുടെ തലമൂത്ത നേതാവ്, സമാനതകളില്ലാത്ത നേതാവ് സുധാകരൻ പോയി, കുഞ്ഞികൃഷ്ണൻ പോയി, TK ഗോവിന്ദൻ പോയി, ഐഷാപ്പറ്റി പോയി, VS-ന്റെ വലങ്കയായ സുരേഷ് പോയി, S രാജേന്ദ്രൻ പോയി എന്ന് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ കുത്തൊഴുക്കാണ്. നേതാക്കന്മാർ ഇത്ര പോയാൽ അണികൾ എത്ര പോകും? അത് മാത്രം ചിന്തിച്ചാൽ മതി. അത് മാത്രം ചിന്തിച്ച് പലപ്പോഴും ഇവരൊക്കെ പറയുന്നത് കുറെ എന്താ പറയാ ഈ തലയും വാലില്ലാത്ത രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ പറയുന്നത്, ഭരണവിരുദ്ധ വികാരം അത്രയൊന്നും ഇല്ല. ഭരണവിരുദ്ധ വികാരം അത്രയൊന്നും ഈ ഭരണവിരുദ്ധ വികാരം എല്ലാവരും ഇങ്ങനെ നെറ്റിമിലൊട്ടിച്ച് നടക്കുക ചെയ്യുക. എല്ലാവരുടെയും മനസ്സിലുണ്ടോ ഭരണവിരുദ്ധ വികാരം? അതുവിടെ ഉണ്ട്. മാത്രമല്ല, ഈ സർക്കാരിനെ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്ന ആരാണെന്നറിയോ? കോൺഗ്രസ്സുകാരും BJP-കാരും നല്ലതേ CPM-കാർ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നല്ല CPM-കാര്. കാരണം ഈ CPM-കാർക്ക് പ്രതിഷേധിച്ചൂടാ. അതായത് ഈ CPM-ന്റെ നെറികേടുകൾക്കെതിരെ, പിണറായി വിജയന്റെ ഇമ്മാതിരിയുള്ള ചെറ്റ വർത്താനങ്ങൾക്കെതിരെ, റിയാസിന്റെ ഇമ്മാതിരിയുള്ള റീൽസ് പരിപാടികൾക്കെതിരെ എനിക്ക് പ്രതിഷേധിക്കാം, നിങ്ങളിൽ പലർക്കും പ്രതിഷേധിക്കാം, BJP-കാർക്ക് കോൺഗ്രസ്സുകാർക്ക് ഒക്കെ പ്രതിഷേധിക്കാം. പക്ഷെ CPM-കാർക്ക് എങ്ങനെ പ്രതിഷേധിക്കാം? എന്റെ ഒരുപാട് CPM സുഹൃത്തുക്കൾ പറയുന്നത് എന്റെ വീഡിയോ കണ്ടപ്പോ, നീ ഒരു ഭാഗ്യവാനാണ് കേട്ടോ, ഇതൊക്കെ തുറന്നു പറഞ്ഞൂടെ? തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ വീർപ്പ് മുട്ടി കിടക്കുകയാണ്. എങ്ങനെയാണ് ഇമ്മാതിരി ഈ തോന്നിയാസം നടത്തുന്ന ഈ മരുമോനെതിരെ അമ്മായിസിനെതിരെ ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല? പാവങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. മിണ്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ? മിണ്ടിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ മറ്റേ എന്താ പറയാ 51 വെട്ടായിരുന്നു. 51 വെട്ടിപ്പം വെട്ടുന്ന ആൾക്കാർ മുഴുവൻ മറ്റേ ജയിലിലായതുകൊണ്ട് ജയിലിൽ ഏതായാലും പിണറായി വിജയൻ അവർക്ക് ഏതായാലും 10 ഇരട്ടി ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പം കൊടിസുനിമാരൊക്കെ ജയിലിൽ ഇങ്ങനെ അർമാദിക്കുകയാണ്. പിന്നെ പുറത്ത് പാകുള്ളത് എന്ന് പറഞ്ഞാൽ പെണ്ണ് കേസാണ്. ഇപ്പൊ ഏറ്റവും പുതിയ പെണ്ണ് കേസ് പാലക്കാട്ടെ ഒരു കൗൺസിലർക്കെതിരെ, പാലക്കാട്ടെ ഈ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 പരാതിക്കാരെ ഇറക്കിയപ്പോഴും 3 പരാതിയും ഔട്ടായി പോയി എന്ന് പറഞ്ഞാൽ 3 പരാതിക്കാരികളും കള്ളപ്പരാതിക്കാരികളാണ് എന്ന് കോടതി തന്നെ പറഞ്ഞു. അവസാനം നാണം കെട്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ 4ാം പരാതിക്കാരിയെ റെഡിയാക്കി വെച്ചതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഇറക്കാൻ. അവസാനമാണ് ബോധം വന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി 4, 5, 6 ഇറക്കണ്ടാന്നേ. ഇറക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും പൊതുസമൂഹത്തിൽ വിലപ്പോവില്ല. കാരണം നാൾക്ക് നാൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ കുതിച്ചു കയറുകയാണ്.
ഞാൻ പലപ്പോഴും ഞാൻ ഇതിന് മുമ്പ് പല വീഡിയോയിലും പറഞ്ഞതാണ്, ഈ 140 MLA-മാരെടുത്തോ, ഈ MLA-മാരിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ആൾ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് കേട്ടോ. നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ഈ എന്താ പറയാ ഇത്തരം പെണ്ണ് കേസുകളിൽ പെടുത്തി അല്ലെങ്കിൽ ഈ വ്യാജ പരാതിക്കാരികളെ ഇറക്കിയാലും ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. കാരണം ജനങ്ങൾക്ക് അറിയാം ഇതൊക്കെ കള്ളപ്പരാതികളാണ്. അത്തരത്തിൽപ്പെട്ട ഒരു കള്ളപ്പരാതിയാണ് ഇപ്പോ ഈ പാലക്കാട്ടെ എന്താ പറയാ പ്രക്ഷോഭ് എന്ന് പറയുന്ന കൗൺസിലർക്കെതിരെ കേട്ടപാട് തന്നെ കോൺഗ്രസ് പുറത്താക്കി. ഇത് ഇലക്ഷൻ സമയമല്ലേ, ഇത് ഇലക്ഷൻ സമയമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ആ കൗൺസിലറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. അതിപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നാണവും മാനവുമുള്ള പാർട്ടി ആയതുകൊണ്ട് അവരത് ചെയ്തു. CPM-മാർക്ക് പിന്നെ നാണുമില്ല മാനവുമില്ല ഒന്നുമില്ല, അപ്പൊ അവരതൊന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഏറ്റവും പുതിയ പ്രക്ഷോഭനെതിരെയുള്ള പരാതിക്കാരി കൂടി പറയുന്നത് എന്താ അറിയോ, എന്നെ പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. അത് തന്നെ പീഡനമല്ലാതെ മനസ്സിലായിക്കൂടെ? അത് തന്നെ, അതായത് പീഡനം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ബലാത്സംഗം ചെയ്യുക, പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണയല്ലേ പീഡിപ്പിക്കുള്ളൂ. പീഡിപ്പിച്ച ആള് കൂടെ രണ്ടാമത് പോകുമോ, മൂന്നാമത് പോകുമോ, നാലാമത് പോകുമോ, അഞ്ചാമത് പോകുമോ? അതിൽ പീഡനം എന്നാണ് പറയാ. ഈ പുതിയ പെൺകുട്ടി അങ്ങനെ പറയുന്നത്. അതായത് എന്നെ ജോലി വാഗ്ദാനം ചെയ്തിട്ട് പല സ്ഥലത്തും എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചു. എടോ, ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ ഇമ്മാതിരി എന്താ പറയാ നാറ്റക്കേസുകൾ ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ കൂടെ ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ ചെയ്തിരുന്നു. ശ്രീകണ്ഠനെ എന്ന് പറയാൻ ശ്രീകണ്ഠനെയും ഷാഫി പറമ്പിലും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചു വിടണം എന്ന് പറഞ്ഞാൽ ചേട്ടോ, ഉളുപ്പുണ്ടെങ്കിൽ CPM-കാർ നിങ്ങൾ പറയടോ, 10 വർഷം കൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു, നിങ്ങളൊരു മണ്ണാങ്കട്ട ഒരു പുഡാങ്കം ഇവിടെ ചെയ്തിട്ടില്ലെന്ന്. നിങ്ങൾ ആകെ എന്താ ചെയ്തത്? ശബരിമലയിലെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി, ആ കരുവന്നൂരിലെ ആ ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി. നാട് നിങ്ങളെ കൊള്ളയല്ലേ, കൊള്ള. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൂടെ പോയാൽ ആൾക്കാർക്ക് പേടിയാണ്, കൂമ്പിടിച്ച് കണ്ട് വരട്ടും. എത്ര പേരെ നിങ്ങൾ കൊല്ലാക്കാലം ചെയ്തു. 8 മാവോയിസ്റ്റുകൾ കൊന്നില്ലടോ വിജയ, അല്ലേ? നിങ്ങളാണ് വലിയ മനുഷ്യത്വം പറയുന്നത്. മാവോയിസ്റ്റുകളെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുക, 8 പേരെ കൊന്നു. എത്ര സാധാരണക്കാരെയാണ് നിങ്ങൾ കൊന്നത്? മനുമോന്റെ ഈ PWD വകുപ്പുള്ള മനുമോന്റെ റോഡിലൂടെ യാത്ര ചെയ്തിട്ട് എത്ര ആൾക്കാർ ഈ റോഡിലെ കുണ്ടും കുഴിയിലും വീണ് എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇവിടെ മരണമടഞ്ഞു അറിയോ? ഇവർ എന്നിട്ട് റീൽസ് ഉണ്ടാക്കിയാണ് അർമാദിക്കുകയാണ്.